മീനാക്ഷി ദേവിയും പാർവതി ദേവിയും ഒരുപോലെയാണ്. ത്രിപുരത്തിൽ ജനിച്ചതിനാൽ ദേവിയെ ത്രിപുരസുന്ദരി എന്ന് വിളിച്ചിരുന്നു. 3 തിളക്കമുള്ള നക്ഷത്രങ്ങൾ കാണിക്കുന്ന ത്രികോണ നക്ഷത്രരാശിയിലെ സ്ഥാനത്തിൽ നിന്നാണ് ത്രിപുരത്തിനു ആ പേര് ലഭിച്ചത്. ഈ നക്ഷത്രസ്ഥാനങ്ങൾ ചേരുമ്പോൾ അത് ഒരു നീണ്ട മൂർച്ചയുള്ള ത്രികോണം രൂപപ്പെടുന്നു. മറ്റ് 2 ദേവതകളായ സരസ്വതിയും ലക്ഷ്മിയും ബ്രഹ്മലോകത്തിൽപ്പെട്ടവരാണ്. അറിയപ്പെടുന്ന 3 വലിയ താരപദങ്ങളും 3 ദേവതകളുടേതാണ് എന്നതാണ് ഭംഗി. ബ്രഹ്മലോകം ശിവലോകത്തെ ഭ്രമണം ചെയ്യുന്നതിനിടയിൽ കൂട്ടിയിടിച്ചപ്പോൾ ത്രിപുരസുന്ദരി ദേവി ശിവലോകത്തിലേക്ക് താമസം മാറി ശിവനെ വിവാഹം കഴിച്ച് സമീപത്ത് തന്നെ താമസിച്ചു. മീനാക്ഷ ദേവിയുടെ കഥയിൽ മധുരയിലെ രാജാവിന്റെ മകളാണ് ദേവി. 3 സ്തനങ്ങളുമായി ജനിച്ചതിനാൽ ദേവിയുടെ വിവാഹം എങ്ങനെ നടക്കുമെന്ന് രാജാവിന് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം ഉയർന്നുവന്നു. 3ാമത്തെ സ്തനം അവൾ ഭർത്താവാകാൻ പോകുന്ന ആളെ കാണുമ്പോൾ അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം യുവരാജകുമാരി മീനാക്ഷി ദേവി കൈലാസ പർവ്വതം ഉൾപ്പെടെ ലോകം കീഴടക്കിയ ശേഷം ശിവനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ദേവി പ്രണയത്താൽ നിറഞ്ഞു. തന്റെ 3ാമത്തെ സ്തനം തന്റെ വിധിക്കപ്പെട്ട ഭർത്താവിനെ കണ്ടെത്തുമ്പോൾ അപ്രത്യക്ഷമാകുമെന്ന പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നു. സുന്ദരേശ്വരന്റെ രൂപത്തിൽ ശിവൻ ദേവിയെ വിവാഹം കഴിക്കുകയും അവരുടെ ദിവ്യമായ ഐക്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലും ചലനം 3ാമത്തെ നക്ഷത്രത്തിന്റെ കാഴ്ചയെ മാറ്റിമറിച്ചുവെന്ന് കഥ സൂചിപ്പിക്കുന്നു. ഈ 2 ദേവതകളും ഒരുപോലെയാണ്. രണ്ടുപേരുടെയും കഥ വ്യത്യസ്ത രീതികളിൽ പറയുന്നു എന്ന് മാത്രം.